കാസർഗോഡ് കാറടുക്കയിൽ നടന്ന മഡ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ചില കാഴ്ചകളിലേക്കാണ് നമ്മളിനി. ആവേശം നിറഞ്ഞ മത്സരങ്ങളുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലാണ്. 20-ലധികം ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് വിജയിച്ചത് KFC കാറടുക്കയാണ്. അഭിമന്യു വായനശാല നെച്ചിപ്പടുപ്പും സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, കുറച്ച് മുൻപുള്ള ഏതോ ഒരു സമയത്തെ കാഴ്ചയിലേക്ക് പോയ പോലെ, കാരണം ഇപ്പൊ അങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന ടീമായി നിൽക്കുന്ന കുറേ കുട്ടികളും നമുക്കങ്ങനെ കാണാൻ കിട്ടില്ല. കുറച്ച് യുവാക്കളായിട്ടുള്ളവരും ഉണ്ട്, പക്ഷെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കളിക്കുമ്പോൾ ശരിക്കും അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫുട്ബോൾ ആവേശം ശരിക്കും ഉണ്ടായിരുന്നല്ലേ, കാരണം ആ ചളിയിൽ അങ്ങനെ പൊതിഞ്ഞ് കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരുപക്ഷെ 80കളിലെയും 90കളിലെയും ഒക്കെ തന്നെ കുട്ടിക്കാലത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു കാഴ്ചയായിരിക്കും ഇങ്ങനെ മഴക്കാലത്ത് പാടത്തും പറമ്പത്തൊക്കെ ഇറങ്ങിയിട്ട് ഫുട്ബോൾ കളിക്കാമെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ തലമുറയ്ക്ക് അതൊക്കെ അന്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കളിക്കളങ്ങൾ പോലും പൂർണ്ണമായും മറക്കുന്നു. പിന്നീട് ഇപ്പോൾ അത് ടർഫുകളിലേക്ക് മാറുന്നു. അപ്പോൾ ടർഫിലൊക്കെ ഈ മഴക്കാലത്ത് പാടത്തിറങ്ങി കളിക്കുന്ന ആ ഒരു വൈബ് കിട്ടില്ല. അങ്ങനെയാണ് വീണ്ടും നമ്മുടെ ഗ്രാമീണ മേഖലകൾ പൂർണ്ണമായും ഇത്തരത്തിലുള്ള നാടൻ കളികൾ, അവർക്ക് ഏതെല്ലാം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കളികളുണ്ടോ അതൊക്കെ വീണ്ടും പുതിയ തലമുറകളിലേക്ക് പരിചയപ്പെടുത്തുന്നതിന് ആവശ്യമാമിതമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അങ്ങനെ കാസർഗോഡ് കാറടുക്കയിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് മഡ് ഫുട്ബോൾ ലീഗുകളും ടൂർണമെൻറ്റുകളും നടക്കുന്നുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബുകളൊക്കെ തന്നെ അവരുടെ കുട്ടിത്താരങ്ങളെയും അതുപോലെ തന്നെ യുവാക്കളായിട്ടുള്ള താരങ്ങളെയൊക്കെ തന്നെ ഇവിടെ കളിക്കാൻ ആയിട്ട് തയ്യാറാക്കി സജ്ജീകരിച്ച് നിർത്തുന്നുണ്ട്. ഏറെ ആവേശം നിറഞ്ഞ ഒരു ടൂർണമെൻറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മണ്ണിനെ അറിഞ്ഞ് നാടിനെ അറിഞ്ഞ് പ്രകൃതിയെ അറിഞ്ഞുള്ള ഒരു നാടൻ കളി. അതിന് ശേഷം അതുമാത്രമല്ല, അതിനിടയിൽ തന്നെ ഭാഗ്യപരീക്ഷണത്തിലുള്ള ഒരു അവസരം കൂടിയുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അവിടെ ലക്കി കൂപ്പൺ ഡ്രോ ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ വരുന്ന എല്ലാ അതിഥികളെയും ആ നാട്ടുകാർ, കാറടുക്കക്കാർ കൃത്യമായി സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാടിൻ്റെ തനതായ ഭക്ഷണ രീതി പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെ വരുന്ന എല്ലാവർക്കും കഞ്ഞിയും പുഴുക്കും അച്ചാറും ഒക്കെ കൊടുത്ത് വിഭവസമൃദ്ധമായ സദ്യ നൽകിക്കൊണ്ടാണ് അവിടെ നിന്ന് മടക്കി അയക്കുന്നത്. എന്തുകൊണ്ടും നല്ല മികച്ച ഒരു അനുഭവമാണ്. ഇനി ഒരുപക്ഷെ ഭാവിയിൽ വലിയ തോതിൽ ഇതുപോലെ മഡ് ഫുട്ബോൾ ലീഗുകളൊക്കെ തന്നെ ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ഉയർന്നു വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു മത്സരാവേശം തന്നെയാണ് നമ്മൾക്കും കാണേണ്ടത്. ഈ ഒരു തിന്മയുടെയും തെറ്റിന്റെയും ഒക്കെ കാലത്ത് അതിൽ നിന്നൊക്കെ മാറി നന്മയുടെ ഇത്തരം നാടിനെ അറിഞ്ഞ് മണ്ണിനെ അറിഞ്ഞ് പ്രകൃതി അറിഞ്ഞ് ഒത്തൊരുമിച്ചുള്ള ഒരു കളിയാവേശം തന്നെയാണ് വേണ്ടത്. ആ ഒരു പഴയ കാലം ഇനിയും തിരിച്ചു വരട്ടെ.